അനുദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം. തിരുവസ്തുരൂപനായ യേശുവേ, ഈ പ്രഭാത ആരാധനയിൽ പങ്കുചേർന്ന് വലിയ സ്നേഹത്തോട് തിരുസന്നിധിയിലായിരിക്കാനും അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കാനും ഞങ്ങൾക്ക് അവസരം തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുക. ഈ ദിനം മുഴുവനെയും കർത്താവെ കാഴ്ചവെക്കുക. ഈ ദിനം മുഴുവനും അങ്ങയോടൊപ്പം ജീവിക്കാനുള്ള അഭിഷേകം ദൈവമേ ഈ ദിവസം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ ദിനത്തിൻ്റെ ഒരു അധ്വാനം പ്രവർത്തനങ്ങളെല്ലാം കാഴ്ചവെക്കുക. പഠിക്കുന്ന മക്കളെ അഭിഷേകം ചെയ്യണമേ. പഠന മേഖല അനുഗ്രഹിക്കണമേ. ജോലി ചെയ്യുന്നവരെ, അധ്വാനിക്കുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സാമ്പത്തിക മേഖലയെ സ്പർശിക്കണമേ. ഇന്നത്തെ യാത്രകൾ, ജോലികൾ, ഉദ്യമങ്ങൾ ഇതെല്ലാം കർത്താവെ ഒരു അനുഗ്രഹമായി മാറ്റണമേ. ഇന്ന് ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ വൈദികരെയും സമർപ്പിതരെയും എല്ലാ അനുമായ ശുശ്രൂഷകരെയും ഒരു കുടുംബത്തെയും മാതാപിതാക്കളെയും മക്കളെയും യുവജനങ്ങളെയും എല്ലാം കർത്താവെ അനുഗ്രഹമായി ഇന്നേ ദിവസം മാറ്റണമേ എന്ന് ആഗ്രഹിച്ച് ഇരുകരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. യേശുവേ യേശുവേ എന്ന് സ്തുതിക്കാം. ഇനി ദിനം വചനത്തിന് അഭിഷേകത്തിന് വേണ്ടി സമർപ്പിക്കുന്നത് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം 18-ാം വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയാണ്. തിരുവചനം ഇപ്രകാരം പറയുന്നു: ഞാൻ അവൻ്റെ വഴികൾ കണ്ടു, എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും, അവനെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കും. നമ്മെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കുന്നവൻ ഈ ദൈവമാണ്. ആശ്വാസം കിട്ടേണ്ട ഓരോ മേഖലയും തിരുവസ്തുരൂപനായ യേശുവേ ഞങ്ങൾ കാഴ്ചവെക്കുക. ഞാൻ തിരിച്ചറിയുന്ന ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഭാരങ്ങൾ, അസ്വസ്ഥതകളുണ്ട് എന്ന് ഇന്ന് ഒരു അനുഗ്രഹമായി മാറാൻ, എന്നെ ആശ്വസിപ്പിക്കാൻ എൻ്റെ ദൈവം, എൻ്റെ കർത്താവ്, എൻ്റെ ഈശോൻ്റെ കൂടെ ഉണ്ട്. ഈ ഒരു ബോധ്യം, ഈ തിരിച്ചറിവ് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈശോയെ എന്നെ ആശ്വസിപ്പിക്കണമേ, എൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കണമേ, സമൂഹത്തെ ആശ്വസിപ്പിക്കണമേ, ഉറ്റവരെയും പ്രിയപ്പെട്ടവരെയും ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ ആശ്വാസവും വലിയ വിടുതലും ഈശോ ഈ സമയം തന്നെ നമുക്ക് നൽകാൻ വേണ്ടി ഇരുകരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. യേശുവേ യേശുവേ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ 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 ഈ സമയം ഈശോ തരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. സാധിക്കുന്നവരെ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോ തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 യേശുവേ
ഞാൻ ലിസി പാലായിൽ നിന്നും വരുന്നു. എൻ്റെ കഴുത്തിൽ ഇരുവശങ്ങളിലും കക്ഷത്തിലും മറ്റും മുഴകളുണ്ടായതിനെ തുടർന്ന് വിശദമായ പരിശോധനയും ചികിത്സയും ആവശ്യമായി വരുമെന്നറിയിച്ചു. ഈ സമയം ഞാൻ ഏഴുമുട്ടം താബോർ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ശനിയാഴ്ച റൂഹാഭിഷേക ബൈബിൾ കൺവെൻഷൻ കൂടി താബോർ മാതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട ജോർജ് പള്ളിക്കുന്നേൽ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തു. 101 ദിവസം ജപമാല ചെല്ലണമെന്നും വെഞ്ചരിച്ച വെള്ളം കുടിക്കണമെന്നും സാക്ഷ്യപ്പെടുത്തണമെന്നും അച്ഛൻ ദൈവിക സന്ദേശം നൽകി. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിന്നീടുള്ള വിശദമായ പരിശോധനയിൽ എനിക്ക് ലിംഫോമ എന്ന ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചെങ്കിലും 6 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്നും ക്യാൻസർ പൂർണ്ണമായി മാറിപ്പോയി എന്ന് ഡോക്ടർ അറിയിച്ചു. പരിശുദ്ധ താബോർ മാതാവ് വഴി ഈശോ നൽകിയ ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ഈ ദിനം ഈശോയോടൊപ്പം